നമസ്കാരം. ഞാൻ ആശ സജി. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 7 പ്രാക്ടീസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡേ 6 വരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡേ 1 തൊട്ടുള്ള പ്രാക്ടീസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും പ്രാക്ടീസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഡേ 7 പ്രാക്ടീസിലേക്ക് നമുക്ക് പോകാം. നെഗറ്റീവിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്ത് കടക്കാം, അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നെഗറ്റീവ് തോട്ട് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ മാറ്റി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മിൽ നിറയ്ക്കാമെന്ന് നോക്കാം. ഒരു വ്യക്തി എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് വിഷമങ്ങളാണ്, എൻ്റെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് ചിന്തകളാണുള്ളത്, അതെങ്ങനെ മാറ്റിയെടുക്കാം, എനിക്ക് വിജയിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനായിട്ട് എന്നോട് നാളെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നെഗറ്റീവിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നിറയ്ക്കുക എന്നുള്ളതാണ്. താങ്കൾക്ക് ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഫീൽ ചെയ്ത് നന്ദി പറയാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നിറയുമ്പോൾ നമ്മിലുള്ള നെഗറ്റീവ് ചിന്തകൾ മാറിപ്പോകും. ഇത് മാത്രമേ ഉള്ളൂ നെഗറ്റീവിനെ മാറ്റാനായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഏത് സാഹചര്യമായാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണുക. ഏതൊരു പ്രശ്നമായാലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. അച്ഛനുമായിട്ട് പിണക്കത്തിലായിരിക്കുന്ന മകൻ പറയാണ്, എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ വഴക്ക് പറയാണ്, എന്നോട് ഒട്ടും സ്നേഹമില്ല എന്നൊക്കെ. അപ്പോൾ അതിന് ഇങ്ങനെ പരാതി പറയുന്നതിന് പകരമായിട്ട് ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. കുട്ടിക്കാലത്തെ അച്ഛൻ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്തെടുത്തിട്ട് കൊണ്ട് അച്ഛന് നന്ദി പറയാം. പിന്നെ അച്ഛനും ഞാനും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിയുന്നതിന് നന്ദി എന്ന് പറയാം. ഇതുപോലെ പോസിറ്റീവായി എഴുതി ഫീൽ ചെയ്ത് നന്ദി പറയാം. ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം എടുക്കുക, എന്നിട്ട് ആ പ്രശ്നത്തിൻ്റെ 10 പോസിറ്റീവ് വശങ്ങൾ എഴുതുക, എന്നിട്ട് ഫീൽ ചെയ്ത് നന്ദി പറയുക. അതിനുശേഷം അവസാനം ഇങ്ങനെ എഴുതുക, എനിക്ക് ഈ കാര്യത്തിനുള്ള പ്രശ്ന പരിഹാരം കണ്ടു കഴിഞ്ഞതിന് നന്ദി എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല അനുഭവങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസായിട്ട് വരാം. ബൈ.